സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിഗ്നൽ ആൻഡ് സിസ്റ്റത്തിലെ മൊഡ്യൂൾ 2ലെ പാർട്ട് ബിയിലെ സൊല്യൂഷൻസ് ആണ്. 3 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. പാർട്ട് ബി ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് എക്സ്പ്രഷൻ ഓഫ് എ ഹാഫ് റെക്ടിഫൈഡ് സൈൻ വേവ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എ. എന്താണ് ക്വസ്റ്റ്യൻ? ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് കണ്ടുപിടിക്കാനാണ്. ഒരു ഹാഫ് വേവ് റെക്ടിഫൈഡ് സൈൻ വേവിൻ്റെ ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നിട്ടുണ്ട്, ഹാഫ് റെക്ടിഫൈഡ് സൈൻ വേവിൻ്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഹാഫ് റെക്ടിഫൈഡ് സൈൻ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. സെക്കൻഡ് ഹാഫ് സൈക്കിൾ റെക്ടിഫൈ ചെയ്ത് പോയിട്ടുണ്ടാവും. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ 0 to 2π എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ടൈം ഇൻ്റർവെല്. ആ 0 to 2π എന്ന് പറയുന്ന ടൈം ഇൻ്റർവെല്ലിൽ 0 to π മാത്രമേ സിഗ്നൽ ഉള്ളൂ. π to 2π സിഗ്നൽ 0 ആയിരിക്കും. എങ്ങനെയാണ് കണ്ടോ? ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ഒമേഗ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 2π ആണ്. ഒമേഗ അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. a sin omega t that is equal to a sin 2π by 2π into t equal to a sin t. Omega that is equal to 2π by t ആണ് ഒമേഗ. ടൈം പീരീഡ് 2π ആണ്. അപ്പോൾ 2πയും 2πയും ക്യാൻസൽ ചെയ്ത് പോയിട്ട് a sin t എന്ന് വരും. അപ്പോൾ തന്നിരിക്കുന്ന സിഗ്നലിൽ ആംപ്ലിറ്റ്യൂഡ് a ആണ് തന്നിട്ടുണ്ട് ഗ്രാഫിൽ. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ എന്താണ്? a sin t for the interval 0 to π equal to 0 for the interval π to 2π. ഇനി നമുക്കിതിൻ്റെ ഫണ്ടമെൻ്റൽ പീരീഡ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 2π by ഒമേഗ. 2π by ഒമേഗ ദാറ്റ് ഈസ് 2π. ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കണ്ടോ, എ സൈൻ ടി ഒമേഗ ടി എന്ന് പറയുന്നത് ഒമേഗ 1 ആണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ പീരീഡ് ടി ഈക്വൽ ടു 2π. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഒമേഗ നോട്ട് ഈക്വൽ ടു എന്താണ്? 2π by t, that is 2π divided by 2π equal to 1. ഇനി നമുക്ക് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസിൽ. ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസിൽ 3 കോഎഫിഷ്യൻസ് ഉണ്ട്, a0, an, bn. ആദ്യം a0 എന്താണെന്ന് കണ്ടുപിടിക്കാം. അതിൻ്റെ ഇക്വേഷൻ 1/t ഇൻ്റഗ്രൽ 0 to t ദ ഫംഗ്ഷൻ എക്സ് ഓഫ് ടി ഡി ടി. നമുക്ക് t0 എന്ന് പറയുന്നത് 0 ആണ്. t0 പ്ലസ് ടി എന്ന് പറഞ്ഞാൽ 2π. കാരണം t0 0 ആയിട്ട് എടുത്തു നമ്മൾ. ലെറ്റ് t0 ഈക്വൽ ടു 0, ദെൻ t0 പ്ലസ് ടി ഈക്വൽ ടു ടി, ദാറ്റ് ഈസ് ഫണ്ടമെൻ്റൽ പീരീഡ് ഈക്വൽ ടു 2π. നമ്മൾ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ അത് കണ്ടുപിടിച്ചതാണ്. ഇനി ഇതെല്ലാം നമുക്ക് ഇപ്പം നമുക്ക് എല്ലാ വേരിയബിളും അറിയാം, അതെല്ലാം ഇതിൽ അപ്ലൈ ചെയ്യുക. 1/t എന്ന് പറഞ്ഞാൽ 1/2π ഇൻ്റഗ്രൽ 0 to 2π എക്സ് ഓഫ് ടി, ദാറ്റ് ഈസ് എക്സ് ഓഫ് ടി ഇൻറ്റു ഡി ടി. ഇനി എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ ഇൻ്റഗ്രൽ 0 to πയിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തായി മാറും? 1/2π ഇൻ്റഗ്രൽ 0 to π a sin t ഡി ടി. എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ബിക്കോസ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ എനെ ഔട്ട്സൈഡ് എടുക്കാം. ഇൻ്റഗ്രേഷൻ്റെ പുറത്തെടുത്തു കഴിഞ്ഞാൽ a/2π. ദെൻ ഇൻ്റഗ്രൽ സൈൻ ടി മൈനസ് കോസ് ടി. ലിമിറ്റ് എന്താണ്? 0 to π. ദെൻ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് ഓഫ് കോസ് പൈ മൈനസ് കോസ് 0. കോസ് പൈ എന്ന് പറയുന്നത് -1 ആണ്, കോസ് 0 1 ആണ്. അപ്പോൾ ഈ വാല്യൂ 2 ആവും. -1 -2 -2 ഇൻറ്റു മൈനസ് പ്ലസ് 2. അപ്പോൾ ദാറ്റ് ഈസ് 2a ഡിവൈഡഡ് ബൈ 2π. ദാറ്റ് ഈസ് a 2 ക്യാൻസൽഡ്. ദാറ്റ് ഈസ് a0 ഈക്വൽ ടു a/π. അപ്പോൾ a0 കണ്ടുപിടിച്ചു. ഇനി അടുത്തത് an. anൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2/t ഇൻ്റഗ്രൽ 0 to t എക്സ് ഓഫ് ടി കോസ് n ഒമേഗ നോട്ട് ടി ഡി ടി. അപ്പോൾ ഇവിടെ t എന്ന് പറഞ്ഞാൽ 2π ആണ്. അപ്പോൾ 2/2π ഇൻ്റഗ്രൽ 0 to 2π എന്ന് എഴുതേണ്ട കാര്യമില്ല. കാരണം എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ പൈ വരെയുള്ളൂ. അതുകൊണ്ട് ഇൻ്റഗ്രൽ 0 to π എന്ന് എഴുതാം. a sin t കോസ് എൻ ടി, ബിക്കോസ് ഒമേഗ നോട്ട് 1 ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a sin t കോസ് എൻ ടി ഡി ടി. ഈ a കോൺസ്റ്റൻ്റ് ടേമാണ്, അത് ഔട്ട്സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ 0 to π sin t കോസ് എൻ ടി ഡി ടി. ഇത് sin a കോസ് ബി എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/2 സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ആണ്. സൈൻ എ കോസ് ബി ഇസ് ഈക്വൽ ടു 1/2 സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എ ബൈ പൈ അതുപോലെ എഴുതി 1/2 ഉണ്ട്, ആ 2 ആണ് ഇവിടെ കാണുന്നത്. Then sin t cos n t, that is integral 0 to pi sin a equal to t യുടെ കോഎഫിഷ്യന്റ് 1 പ്ലസ് കോസ് ബി എന്ന് പറഞ്ഞാൽ t യുടെ കോഎഫിഷ്യന്റ് n 1 പ്ലസ് n ഇൻറ്റു ടി. അതായത് ഇവിടെ എ എന്ന് പറഞ്ഞാൽ ടിയും ബി എന്ന് പറഞ്ഞാൽ എൻ ടിയും ആണ്. അതിൽ ടി ഔട്ട്സൈഡ് എടുത്താൽ 1 പ്ലസ് n എന്ന് വരുന്നു. ദെൻ ഇവിടെയും പ്ലസ് സൈൻ എ മൈനസ് ബി, ദാറ്റ് ഈസ് സൈൻ ഓഫ് 1 മൈനസ് n ഇൻറ്റു ടി ഡി ടി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ്റെ ഇൻ്റഗ്രേഷൻ മൈനസ് കോസ് ആണ്. ദാറ്റ് ഈസ് സൈൻ 1 പ്ലസ് എൻ ടിയുടെ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ഓഫ് 1 പ്ലസ് എൻ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ ടിയുടെ കോഎഫിഷ്യൻറ്റ് 1 പ്ലസ് എൻ മൈനസ് സൈൻ 1 മൈനസ് എന്നിൻ്റേത് മൈനസ് കോസ് ഓഫ് 1 മൈനസ് എൻ ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ 1 മൈനസ് എൻ. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്. 0 ടു പൈ ആണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഈ ടിക്ക് ആദ്യം അപ്പർ ലിമിറ്റ് പൈ കൊടുത്തു, മൈനസ് കോസ് ലോവർ ലിമിറ്റ് കോസ് 0 ഓൾ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ മൈനസ് ഈ മൈനസ് സൈൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ എ ബൈ 2 പൈ അങ്ങനെ കിടക്കുകയാണ്, അതുപോലെ കൊണ്ടുവരിക. മൈനസ് എ ബൈ 2 പൈ കോസ് 1 പ്ലസ് എൻ ഇൻറ്റു പൈ മൈനസ് കോസ് 0 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എൻ പ്ലസ്, കാരണം മൈനസ് സൈൻ ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഇവിടെ പ്ലസ് cos 1 minus n into pi minus cos 0 divided by 1 minus n. ഇനി ഇതിനെല്ലാം വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. cos n pi എന്ന് പറഞ്ഞാൽ മൈനസ് 1 റേസ് ടു n പ്ലസ് 1 ആണ്. അതാണ് cos 1 പ്ലസ് n ഇൻറ്റു പൈന് മൈനസ് 1 റേസ് ടു n പ്ലസ് 1 എഴുതി. cos 0 1 ആണ്. cos 1 മൈനസ് n പൈ എന്ന് പറഞ്ഞാൽ മൈനസ് 1 റേസ് ടു n മൈനസ് 1 മൈനസ് cos 0 1. ഇനി ഇതിനെ നമ്മൾ വർക്ക് ചെയ്ത് എന്താ പറയുക, ചെറുതാക്കി കഴിഞ്ഞാൽ എന്ത് കിട്ടും? സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു ടേം വന്നു. ഇനി ഇതിൽ നമുക്ക് അതിനെ 2 കേസസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് n വാല്യൂ ഓഡ് ആണെന്ന് വയ്ക്കുക. ഓഡ് n വാല്യൂസിന് എ എൻ എന്തായിരിക്കും? ഈവൻ വാല്യൂസിന് എ എൻ എന്തായിരിക്കും? ഓഡ് വാല്യൂസിന് എന്ത് വരും? ഇവിടെ ഓഡ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ ആണ്, n പ്ലസ് 1ൻ്റെ വാല്യൂ അല്ല. n ഓഡ് ആണെങ്കിൽ n ഇപ്പോൾ സപ്പോസ് n ഈക്വൽ ടു 1 ആണെന്ന് വയ്ക്കുക. അപ്പോൾ മൈനസ് 1 അത് ഹോൾ സ്ക്വയർ വരും, ദാറ്റ് ഈസ് പ്ലസ് 1. ഇനി എന്നിന് 3 കൊടുത്തു, 3 പ്ലസ് 1 4. അതായത് n ഓഡായി കഴിഞ്ഞാൽ ഈ മൈനസ് 1 എന്ന് പറയുന്നത് പ്ലസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് n. ഇവിടെയോ 1 കൊടുത്താൽ 1 മൈനസ് 1 0, 3 കൊടുത്താൽ 3 മൈനസ് 1, 5 കൊടുത്താൽ 5 മൈനസ് 1 4, 7 കൊടുത്താൽ 7 മൈനസ് 1 6. അതായത് n ഓഡായി കഴിഞ്ഞാൽ ഇതിൻ്റെ പവർ എല്ലാം ഈവൻ ആയിട്ട് മാറുകയാണ്. അപ്പോൾ മൈനസ് 1ൻ്റെ പവർ ഈവൻ ആയി കഴിഞ്ഞാൽ അത് പ്ലസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് എൻ, ദാറ്റ് ഈസ് എ എൻ ഈക്വൽ ടു 0. ഓഡ് വാല്യൂസിൽ എ എന്നിൻ്റെ വാല്യൂ 0 ആണ്. ഇനി ഈവൻ വാല്യൂസ് വന്നു കഴിഞ്ഞാലോ? ഈവൻ വാല്യൂസ് വന്നാൽ ഇപ്പോൾ ഈവൻ വാല്യൂ 2 പ്ലസ് 1 3 ആണ്. മൈനസ് 1 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ മൈനസ് 1 തന്നെയാണ്. സപ്പോസ് n ഈക്വൽ ടു 7 പ്ലസ് 1 8, മൈനസ് 1 റേസ് ടു 8 ദാറ്റ് ഈസ് മൈനസ് 1. അതായത് ഇവിടെ എന്നിന് ഈവൻ വാല്യൂസ് കൊടുത്താൽ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മൈനസ് 1 ആയിട്ട് മാറും. ഇവിടെയും അതേപോലെ മൈനസ് 1 ആയിട്ട് വരും. ദാറ്റ് ഈസ് 2 ബൈ n പ്ലസ് 1 മൈനസ് 2 ബൈ n മൈനസ് 1. അത് ഇവിടെ മൈനസ് സൈൻ കൊണ്ട് നമ്മൾ ഉള്ളിൽ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോഴാണ് ഇങ്ങനെ ആൻസർ വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2a ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. അതെങ്ങനെയാണ് വരിക വെച്ചാൽ ഇവിടെ എൽ സി എം എന്ന് പറഞ്ഞാൽ n പ്ലസ് 1 ഇൻറ്റു n മൈനസ് 1, ദാറ്റ് ഈസ് n സ്ക്വയർ മൈനസ് 1 ആണ്. എന്നിട്ടോ ഇവിടെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 2 ഔട്ട്സൈഡ് എടുക്കുക, 2 ഇൻറ്റു n മൈനസ് 1 മൈനസ് ഓഫ് n പ്ലസ് 1 എന്ന് വരും. അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ മൈനസ് 2a ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു n സ്ക്വയർ മൈനസ് 1 എന്ന് വരും. അപ്പോൾ ഫോർ ഈവൻ വാല്യൂസ് ഓഫ് n, a n ഈസ് ഈക്വൽ ടു മൈനസ് 2a ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഈ സ്റ്റെപ്പ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പാണ്. 2 ഔട്ട്സൈഡ് എടുക്കും, അപ്പോൾ 1 ബൈ n പ്ലസ് 1 മൈനസ് 1 ബൈ n മൈനസ് 1 വരും. എന്നിട്ട് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ n മൈനസ് 1 മൈനസ് ഓഫ് n പ്ലസ് 1,
അപ്പോൾ മൈനസിൻ്റെ ടേം മൈനസ് എന്നും പ്ലസ് എന്നും ക്യാൻസൽ ആയി പോയിട്ട് ഇവിടെ 2 വരും. -2 ആണ് വരിക. ആ -2ഉം പിന്നെ ഇവിടെ ഓൾറെഡി ഒരു 2 വരും, അതും അപ്പോൾ -4 വരും. -4 ഡിവൈഡഡ് ബൈ 2 -2 വരും. അങ്ങനെയാണ് -2a ഡിവൈഡഡ് ബൈ പൈ ഇൻറ്റു n²-1 വരുന്നത്. ഇനി അടുത്തത് bn എന്ന് പറയുന്ന വാല്യൂ. ഇത് ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് ആണ് നമ്മൾ കാണുന്നത്. bn ഈക്വൽ ടു 2/t ഇൻ്റഗ്രൽ 0 to t x of t sin n omega naught t dt. അപ്പോൾ ഒമേഗ നോട്ട് എന്ന് പറയുന്നത് 1 ആണെന്നറിയാം. അപ്പോൾ ആ ഫംഗ്ഷൻ സിംപ്ലിഫൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. t ഈക്വൽ ടു 2π ആണ്. അപ്പോൾ 2/t എന്ന് പറയുന്നത് 2/2π, ദാറ്റ് ഈസ് 1/π. x of t a sin t ആണ് ഫോർ ദ ഇൻ്റർവെൽ 0 to π. പിന്നെ sin nt dt. അപ്പോൾ ഇവിടെ എന്താ വന്നത്? ഇവിടെ sin a sin b ആണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ sin a cos b ആയിരുന്നു. ഇവിടെ sin a sin b. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ cos a minus b minus cos a plus b. ഈ ഐഡൻറ്റിറ്റീസ് എല്ലാം അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു വെക്കണം. ദാറ്റ് ഈസ് a sin b എന്ന് sin b എന്ന് പറഞ്ഞാൽ 2 sin a sin b എന്ന് പറഞ്ഞാൽ cos a minus b minus cos a plus b. അത് ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇതിൽ a ഔട്ട്സൈഡ് എടുത്തു, cos a എന്ന് പറഞ്ഞാൽ ഇവിടെ nt എടുത്തു, b എന്ന് പറയുന്നത് t എടുത്തു. cos a minus b, that is cos n minus 1 into t minus cos a n plus 1, cos a plus b, n plus 1 into t. ഇനി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ cos dt cos t dt എന്ന് പറഞ്ഞാൽ സൈൻ ആണ്. ഇൻ്റഗ്രൽ കോസിൻ്റെ ഇൻ്റഗ്രൽ സൈൻ ആണ്. അപ്പോൾ സൈൻ n minus 1 into t വരും, ഡിവൈഡഡ് ബൈ ടിയുടെ കോഎഫിഷ്യൻറ്റ്, ദാറ്റ് ഈസ് t n minus 1 മൈനസ് cos n plus 1 into ടിയുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ sin n plus 1 into t ഡിവൈഡഡ് ബൈ n plus 1 വിത്തിൻ ദ ലിമിറ്റ് 0 to π. ഇതിൻ്റെ വാല്യൂ ഇവിടെ sin nπ എന്ന് പറഞ്ഞാൽ 0 ആണ്. sin nπ 0 ആണ്. പക്ഷേ അപ്പോൾ നമുക്ക് പക്ഷേ n ഈക്വൽ ടു 1ൽ കേസ് വേറെയാണ്. n ഈക്വൽ ടു 1ൽ അതെന്താ അങ്ങനെ പറയാൻ കാരണം? n ഈക്വൽ ടു 1 കൊടുത്ത് ഇവിടെ ഡിനോമിനേറ്ററിൽ 0 വരും. 1 minus 1 0, 1/0 അല്ലെങ്കിൽ x/0 ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ കേസ് സെപ്പറേറ്റ് കണ്ടുപിടിക്കണം bnലെ. അപ്പോൾ bn ഈക്വൽ ടു 0 ഫോർ എവരി വാല്യൂസ് ഓഫ് n എക്സെപ്റ്റ് n ഈക്വൽ ടു 1. ദാറ്റ് ഈസ് n ഈക്വൽ ടു 1 എന്ത് വരും? b1 ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ 0 to π a sin t dt. അതെന്താ? x of t എന്ന് പറയുന്നത് a sin t ആണ്. പിന്നെ b1 സൈൻ എൻ ടി ആണ്, n 1 ആണ്. അപ്പോൾ സൈൻ ടി വരും dt. അതെന്ന് പറഞ്ഞാൽ a sin square t dt ആണ്. sin square തീറ്റ എന്ന് പറഞ്ഞാൽ 1 minus cos 2 തീറ്റ ബൈ 2 ആണ്. ഈ a പുറത്തേക്ക് എടുത്തു, ദെൻ 2 ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ a/2π. ഇനി ഇൻ്റഗ്രൽ dt എന്ന് പറഞ്ഞാൽ t. ഇൻ്റഗ്രൽ കൊസൈൻ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ ആണ്, സോറി പ്ലസ് സൈൻ ആണ്. അപ്പോൾ മൈനസ് സൈൻ 2t, ടിയുടെ കോഎഫിഷ്യൻറ്റ് 2 ഡിനോമിനേറ്ററിൽ വരും. ഇനി അപ്ലൈയിങ് ലിമിറ്റ്സ്, അപ്പർ ലിമിറ്റ് പൈ മൈനസ് സൈൻ അപ്പർ ലിമിറ്റ് പൈ മൈനസ് സൈൻ 2π 0 ആണ്, മൈനസ് 0 മൈനസ് മൈനസ് പ്ലസ് സൈൻ 0യും 0 ആണ്. അപ്പോൾ ഇവിടെ ഒരു പൈ മാത്രമാണ് ആൻസർ ആയിട്ട് വരിക ഈ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. ആ പൈയും ഇവിടുത്തെ പൈയും ക്യാൻസൽ ആയി പോയിട്ട് a/2 വരും. അതാണ് b1. ഇവിടെ അപ്പർ ലിമിറ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടിക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ പൈ മാത്രം വരും. സൈൻ പൈ കൊടുത്താൽ 0, സൈൻ 0 കൊടുത്താലും 0. അപ്പോൾ ഇവിടെ പൈ മാത്രമേ ഉള്ളൂ. a/2π ഇൻറ്റു പൈ, ആ പൈ ക്യാൻസലായി a/2 വന്നു. b1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ a/2 ആണ്. അപ്പോൾ നമ്മൾ എല്ലാ കോഎഫിഷ്യൻറ്റും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു x ഓഫ് ടി എന്ന് പറഞ്ഞാൽ a0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി an cos n omega 0t പ്ലസ് bn sin n omega 0t. ഇതാണ് ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസിൻ്റെ ഇക്വേഷൻ. ഇനി ഇതിൽ നമ്മൾ a0 കണ്ടുപിടിച്ചു, an കണ്ടു, bn കണ്ടു. ഇനി അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് a0 എന്ന് പറയുന്നത് a0 പ്ലസ് bnൽ b1 മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാ വാല്യൂസും 0 ആണ്. n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റിയിൽ 1ൻ്റെ വാല്യൂ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ വാല്യൂസും 0 ആണ്. ആ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്ത് വരും? b1 സൈൻ n ഒമേഗ 0t എന്ന് പറഞ്ഞാൽ n ന് 1 കൊടുത്താൽ 1, ഒമേഗ നോട്ട് 1 ആണ്, സൈൻ t വരും, b1 സൈൻ t.
A എന്ന് പറയുന്നത് sigma n equal to 1 to infinity an cos nt because omega naught to 1 ആണ്. That is x of t equal to ഓരോ ടേം കണ്ടുപിടിച്ചിട്ട് ഇതിൽ അപ്ലൈ ചെയ്യാം. a0 a by pi plus b1 a by 2 sin t plus sigma n equal to even നമ്പേഴ്സിലാണ് an എക്സിസ്റ്റ് ചെയ്യുന്നത്. That is equal to 2a divided by pi into n square minus 1 into cos nt. ഇതാണ് തന്നിരിക്കുന്ന റെക്ടിഫൈഡ് സിഗ്നലിൻ്റെ ഹാഫ് റെക്ടിഫൈഡ് സൈൻ വേവിൻ്റെ ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ നോട്ടിൻ്റെ എക്സ്പ്രഷൻ അറിയണം, എ എന്നിൻ്റെ എക്സ്പ്രഷൻ അറിയണം, ബി എന്നിൻ്റെ എക്സ്പ്രഷൻ അറിയണം, പിന്നെ ഇക്വേഷൻ അറിയണം. ഇതൊക്കെ അറിഞ്ഞാലാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഫൈൻഡ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ എക്സ് ഓഫ് ടി ഈക്വൽ ടു കോസ് ഒമേഗ നോട്ട് ടി യു ഓഫ് ടി. x of t equal to cos omega naught u of t യുടെ ഫോറിയർ ട്രാൻസ്ഫോം. ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് ടി ഇൻറ്റു ഇ റെസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. കോസ് ഒമേഗ നോട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ നമുക്ക് ഇ റെസ് ടു ജെ തീറ്റ പ്ലസ് ഇ റെസ് ടു മൈനസ് ജെ തീറ്റ ബൈ 2 എന്ന് എഴുതാം. അതായത് ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ ഒമേഗ നോട്ട് ടി ആണ്. അപ്പോൾ ഇ റെസ് ടു ജെ ഒമേഗ നോട്ട് ടി പ്ലസ് ഇ റെസ് ടു മൈനസ് ജെ ഒമേഗ നോട്ട് ടി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇ റെസ് ടു മൈനസ് ജെ ഒമേഗ ടി ഡി ടി. ഇനി നമ്മൾ ഇതിനെ രണ്ട് സിഗ്നലിനായിട്ട് നമുക്ക് എഴുതാം. ഈ സിഗ്നലിലേക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് രണ്ട് ടേം കിട്ടും. ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ട്. ഇതൊരു ടേം പ്ലസ് അടുത്ത ടേം. ഈ 1/2 തന്നെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി. എന്തുകൊണ്ടാണ് 0 ടു ഇൻഫിനിറ്റി ആയത്? ഫംഗ്ഷനിലെ യു ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ആവും. ദാറ്റ് ഈസ് ഇ റേസ് ടു മൈനസ് ജെ ഇൻറ്റു ഒമേഗ മൈനസ് ഒമേഗ നോട്ട് ടി ഇൻറ്റു ഡി ടി പ്ലസ് ഇ റേസ് ടു 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ജെ ഇൻറ്റു ഒമേഗ പ്ലസ് ഒമേഗ നോട്ട് ഇൻറ്റു ടി ഡി ടി. അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇ റേസ് ടു ജെ തീറ്റ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ജെ തീറ്റ ഡിവൈഡഡ് ബൈ തീറ്റ, ആ കോയിഫിഷ്യൻ്റ് ടീയുടെ കോയിഫിഷ്യൻ്റ് അതേപോലെ എഴുതുക. അപ്പോൾ ഇവിടെ എന്ത് വന്നു? ഇ റെസ് ടു മൈനസ് ജെ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ മൈനസ് ജെ ഒമേഗ മൈനസ് ഒമേഗ നോട്ട് പ്ലസ് ഇ റെസ് ടു മൈനസ് ജെ ഒമേഗ പ്ലസ് ഒമേഗ നോട്ട് ഇൻറ്റു ടി ഡിവൈഡഡ് ബൈ മൈനസ് ജെ ഒമേഗ പ്ലസ് ഒമേഗ നോട്ട് വിതിൻ ദ ലിമിറ്റ് 0 ടു ഇൻഫിനിറ്റി. ഇനി ഇതിനെ അപ്പർ ലിമിറ്റ് കൊടുത്താലോ? ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. മൈനസ് ഇ റേസ് ടു 0 എന്ന് പറയും. ഇവിടെ മറ്റേ ടേം 0 ആയിരിക്കും. അതുപോലെ ഇവിടെയും മൈനസ് ഇ റേസ് ടു 0 വരും. ഡിനോമിനേറ്റർ എല്ലാം അതുപോലെ. ഇ റേസ് ടു 0 1 ആണ്. നമുക്ക് ഈ മൈനസ് സൈനും ഈ മൈനസ് സൈനും ചേർന്ന് പ്ലസ് ആവും. ഈ മൈനസും മൈനസും ചേർന്ന് പ്ലസ് ആവും. ഇനി നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വിത്ത് ഇമ്പൾസസ് ഓഫ് സ്ട്രെങ്ത് പൈ അറ്റ് ഒമേഗ ഈക്വൽ ടു ഒമേഗ നോട്ട് ആൻഡ് ഒമേഗ ഈക്വൽ ടു മൈനസ് ഒമേഗ നോട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്ത് വരും? ആ രണ്ട് ടേം കൂടി വരും. പൈ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ട് പ്ലസ് പൈ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ നോട്ട്. ഇനി ഈ ടേമിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ഇവിടെ ജെ ഒമേഗ പ്ലസ് ജെ ഒമേഗ 0 പ്ലസ് ജെ ഒമേഗ മൈനസ് ജെ ഒമേഗ 0. അപ്പോൾ ഇത് രണ്ട് ടേമും ക്യാൻസൽ ആയി പോകും. ബാക്കി 2j ഒമേഗ വരും ഡിവൈഡഡ് ബൈ ദിസ് ജെ ഒമേഗ സ്ക്വയർ പ്ലസ് ഒമേഗ 0 സ്ക്വയർ പ്ലസ് പൈയുടെ ടേം ഡെല്ലിൻ്റെ ടേം വരും. പൈ ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ നോട്ട് പ്ലസ് പൈ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ നോട്ട്. അപ്പോൾ ഇനി ഇതിനെ ഈ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2ഉം ക്യാൻസൽ ആയിട്ട് ഇവിടെ ജെ ഒമേഗ ബൈ ജെ ഒമേഗ ദ സ്ക്വയർ പ്ലസ് ഒമേഗ നോട്ട് സ്ക്വയർ പ്ലസ് 1/2 ഇൻറ്റു പൈ ഡെൽ ഓഫ് ഒമേഗ മൈനസ് ഒമേഗ 0 പ്ലസ് പൈ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ പ്ലസ് ഒമേഗ 0. ഇതാണ് ഫോറിയർ നമുക്ക് പറഞ്ഞില്ലേ കോസ് ഒമേഗ നോട്ട് ഡി ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം. Write the differential equations governing the behavior of mechanical system shown in figure. Also obtain an analogous electrical circuit based on force current analogy. അതായത്
ഒരു സിസ്റ്റം, ഒരു മെക്കാനിക്കൽ സിസ്റ്റം തന്നിട്ടുണ്ട്. ആ മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എഴുതണം. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട് പ്ലോട്ട് ചെയ്യണം, സ്കെച്ച് ചെയ്യണം, ബേസ്ഡ് ഓൺ ഫോഴ്സ് കറണ്ട് അനലോഗി. ഏത് വെച്ചിട്ട്? ഫോഴ്സ് കറണ്ട് അനലോഗി വെച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാണ് തന്നിരിക്കുന്ന മെക്കാനിക്കൽ സിസ്റ്റം. ഈ മെക്കാനിക്കൽ സിസ്റ്റത്തിൽ രണ്ട് മാസ് എലമെൻ്റ് ഉണ്ട്, M1 M2. M1ലേക്ക് ഒരു K1ഉം Bയും കണക്ട് ചെയ്തിട്ടുണ്ട്. M2ലേക്കും M1ലേക്കും ബിറ്റ്വീനായിട്ട് K2 ഉണ്ട്. ഇനി ഇതിനെ ഒരു ഡിസ്പ്ലേ ഒരു ഫോഴ്സ് F ഇതിൽ M1ൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു Y1 Y2 എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. ഇതാണ് തന്നിരിക്കുന്ന സിസ്റ്റം. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. ആദ്യം M1 കൺസിഡർ ചെയ്യുക. M1ലേക്ക് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് FM1 ആണ്. ഓപ്പോസിങ് ഫോഴ്സസ് ആണ് FM1, FM1 അതിൻ്റെ തന്നെ ഫോഴ്സ്, ഇതിൻ്റെ M1 കൊണ്ടുണ്ടാവുന്ന ഓപ്പോസിങ് ഫോഴ്സ്. ദെൻ FK1, FB, FK2. അതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് എന്താ? ഒരു ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട് Y1 എന്ന് പറഞ്ഞാൽ. ഇനി ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് M2 കൺസിഡർ ചെയ്യാം. M2ൽ എന്ത് വരും? ഒന്ന് M2ൻ്റെ തന്നെ ഫോഴ്സ് FM2, പിന്നെ ഇതിൽ അപ്ലൈ ചെയ്യുന്ന FK2, ഡിസ്പ്ലേസ്മെൻറ്റ് Y2. ഇതാണ് M2ൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. ഇനി ഇതിൽ നമ്മൾ ഇതിലെന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസ് ഫോഴ്സ് ഓപ്പോസിങ് ഇക്വേഷൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന ഈ F of t എന്ന് പറയുന്ന ഫോഴ്സിന് ഇക്വലൻ്റ് ആയിരിക്കും ഈ ടോട്ടൽ ഫോഴ്സ്, ഇതിൻ്റെ സമ്മ്. ദാറ്റ് ഈസ് FM1 പ്ലസ് FK1 പ്ലസ് FB പ്ലസ് FK2 ഈക്വൽ ടു F of t. FM1 എന്ന് പറഞ്ഞാൽ എന്താ? M1 ഇൻറ്റു d² Y1 ബൈ dt² പ്ലസ് FK1 എന്ന് പറഞ്ഞാൽ K1 ഇൻറ്റു Y1 പ്ലസ് FB എന്ന് പറഞ്ഞാൽ B ഇൻറ്റു d/dt ഓഫ് Y1, FK2 K2 ഇൻറ്റു Y1 മൈനസ് Y2. M1 കൺസിഡർ ചെയ്യുമ്പോൾ Y1 മൈനസ് Y2, M2 കൺസിഡർ ചെയ്യുമ്പോൾ അത് Y2 മൈനസ് Y1 ആയിട്ട് മാറും. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇതിലെ FM1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എപ്പോഴും സെക്കൻഡ് ഡെറിവേറ്റീവ് വരും മാസിൻ്റെ ടേമിൽ. പിന്നെ ഡാം കോൺസ്റ്റൻറ്റ് ഇതില്ലേ, ഫ്രിക്ഷണൽ കോഎഫിഷ്യൻറ്റിൽ Bയിൽ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. Kയുടെ ഇതിൽ എന്ത് വരും? ഇൻറ്റു Y1 ഇൻറ്റു X എന്നുള്ള ഫോമാറ്റാണ് വരിക. അത് മനസ്സിലാക്കിയിരുന്നത് പെട്ടെന്ന് എഴുതാൻ എളുപ്പമാണ്. ആ ഡയഗ്രാം നോക്കിയാൽ മതി. അതുപോലെ M2 ആണെങ്കിൽ FM2 പ്ലസ് FK2 ഈക്വൽ ടു 0. ഇവിടെ വേറെ ഫോഴ്സ് ഒന്നുമില്ല. ദെൻ FM2 ഈക്വൽ ടു M2 d² Y2 ബൈ dt² പ്ലസ് K2 ഇൻറ്റു Y2 മൈനസ് Y1 ഈക്വൽ ടു 0. ഇതാണ് രണ്ട് ഇക്വേഷൻ. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഗവേണിംഗ് ദ സിസ്റ്റം. ഇത് ഫസ്റ്റ് M1 എന്ന് പറയുന്ന ബോഡിയിൽ അപ്ലൈ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇത്. M2 എന്ന് പറയുന്ന മാസിൽ വരുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇത്. ഇനി നമുക്ക് d² Y ബൈ dt² എന്ന് പറയുന്നത് നമുക്ക് dV ബൈ dt എന്ന് എഴുതാം. dy ബൈ dt-നെ v എന്ന് എഴുതാം. ആൻഡ് y-നെ ഇൻ്റഗ്രൽ v dt എന്നും എഴുതാം. അപ്പോൾ എന്ത് വരും? അതായത് ഈ നേരത്തെ പറഞ്ഞ രണ്ട് ഇക്വേഷനിലും ഡിസ്പ്ലേസ്മെൻറ്റിനെ വെലോസിറ്റി ആയിട്ട് റീപ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് y എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ d² Y ബൈ dt², ദാറ്റ് ഈസ് ഈക്വൽ ടു dV ബൈ dt. ഒരു ഡെറിവേറ്റീവ് കുറയും അല്ലേ? കാരണം എന്താ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം അല്ലേ? അതുകൊണ്ടാണ് ഒരു y എന്നുള്ളത് v ആയിട്ട് മാറുമ്പോൾ അത് d/dt ഓഫ് v ആവും. സിമിലർലി dy ബൈ dt കണ്ടോ? dy ബൈ dt ഈക്വൽ ടു v. ദെൻ അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇൻ്റഗ്രൽ v dt. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ്, M1 d² Y1 ബൈ dt² പ്ലസ് K1 Y1 പ്ലസ് B dy1 ബൈ dt പ്ലസ് K2 Y1 മൈനസ് Y2 ഈക്വൽ ടു F of t. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഈ ഫസ്റ്റ് ഇക്വേഷനിൽ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? M1 ഇൻറ്റു dV1 ബൈ dt. കാരണം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് പോയിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആവും. y എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ v dt ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ v1 dt. ഇത് dy ബൈ dt ആണ്. അപ്പോൾ എന്ന് പറയുന്നത് v ആയിട്ട് മാറും. അപ്പോൾ ഈ ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് v ആയിട്ട് എഴുതാം, v1 ആയിട്ട് എഴുതാം.
പ്ലസ് k2 ഇൻറ്റു y1 മൈനസ് y2 എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ v1 മൈനസ് v2 dt ഈക്വൽ ടു എഫ് ഓഫ് ടി. സിമിലർലി m2ൻ്റെ ഇക്വേഷനും അതേപോലെ റീപ്ലേസ് ചെയ്ത് എഴുതി. ഇതാണ് ഇത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് എഴുതി. അപ്പോൾ നമുക്ക് പുതിയ രണ്ട് ഇക്വേഷൻ വരും, ഇക്വേഷൻ 3ഉം ഇക്വേഷൻ 4ഉം. ഇതാണ് ഈ ഇക്വേഷനാണ് മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി അതിനെ ആ ഇക്വേഷൻ വെച്ചിട്ട് ഫോഴ്സ് കറണ്ട് അനലോഗസ് സർക്യൂട്ടായിട്ട് മാറ്റാൻ പോവാണ്. അപ്പോൾ മെക്കാനിക്കൽ സിസ്റ്റത്തിന് തന്നിരിക്കുന്ന മെക്കാനിക്കൽ സിസ്റ്റത്തിന് രണ്ട് മാസാണുള്ളത്, അതായത് രണ്ട് നോഡ് ഉണ്ട്. അപ്പോൾ ഫോഴ്സ് കറണ്ട് അനലോഗസ് സർക്യൂട്ടിനും രണ്ട് നോഡ് ഉണ്ടായിരിക്കും. ഇനി M1ലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ M1ലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കറണ്ട് സോഴ്സ് ആണ്. കറണ്ട് സോഴ്സ് കണക്റ്റഡ് ടു നോഡ് 1 ആയിരിക്കും. ഇനി K1, B1, K2 are connected to the first node. The element K2 is connected to between second node and first node. അതെന്താ വെച്ചാൽ ഈ ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. The electrical analogous elements for the element of mechanical system are given below. That is, ഇതാണ് തന്നിരിക്കുന്ന സിസ്റ്റം. ഇതിലിപ്പോൾ ഇതിനൊരു ഫസ്റ്റ് നോഡ്, രണ്ട് നോഡ് ഉണ്ട്, രണ്ട് മാസുള്ള സ്ഥിതിക്ക് രണ്ട് നോഡ് ഉണ്ട്, M1 M2 രണ്ട് നോഡ്. അപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിനും കറസ്പോണ്ടിങ് രണ്ട് നോഡ് ഉണ്ടാവും. ഇതാ V1 V2 എന്ന് പറയുന്ന രണ്ട് നോഡ്. അതുകൊണ്ടാണ് V1 V2 എന്ന് എഴുതിയത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത്, ആദ്യം ഇത് പറയാം എന്നിട്ട് ഡയഗ്രത്തിലേക്ക് പോവാം. എഫ് ഓഫ് ടി എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ഐ ഓഫ് ടി വരും. V1 വെലോസിറ്റി എന്നുള്ളത് വോൾട്ടേജ് ആയിട്ട് മാറും, V1ഉം V2ഉം V1 V2. M1 മാസ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ ആയിട്ട് മാറും. B എന്ന് പറയുന്നത് ടൈം കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1/r ആവും. സ്പ്രിംഗ് കോൺസ്റ്റന്റ് 1/L ആയിട്ട് മാറും, K2 = 1/L2. ഇനി തന്നിരിക്കുന്ന ഫംഗ്ഷൻ, അപ്പോൾ രണ്ട് നോഡ് ഉണ്ട്, ആ നോഡിലെ വോൾട്ടേജ് ആണ് V1ഉം V2ഉം. ഇനി ഇനി ഇതിലേക്ക് ഒരു ഫോഴ്സ്, ഫസ്റ്റ് നോഡിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട എഫ് ഓഫ് ടി, അത് കറസ്പോണ്ടിങ് ടു ഐ ഓഫ് ടി ആണ്. ആ കറണ്ട് സോഴ്സ് ആണ് ഐ ഓഫ് ടി. ഇനി ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്? K1 എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഡക്ടറാണ്. അപ്പോൾ K1 എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡക്ടർ, L1 എന്ന് പറയുന്ന ഒരു ഇൻഡക്ടർ വരും. B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1/r റെസിസ്റ്റൻസ് ആണ്, അത് ആ ഒരു റെസിസ്റ്റൻസ് R1 വരും. ഇനി സി എന്ന് പറയുന്ന മാസ് M1 എന്ന് പറഞ്ഞാൽ C1 ആണ്. M1 എന്ന് പറഞ്ഞാൽ C1 ഒരു കപ്പാസിറ്റർ വരും. അപ്പോൾ ആറും എല്ലും സിയും റെസിസ്റ്റൻസും ഇൻഡക്ടറും കപ്പാസിറ്ററും പാരലായിട്ട് വെച്ചിട്ട് ഉള്ള ഒരു ഇതാണിത്. പാരലായിട്ട് നോഡ് 1ലേക്ക് പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി നോഡ് 1ൻ്റെയും 2ൻ്റെയും ഇടയിൽ എന്താ ഉള്ളത്? K2 എന്ന് പറയുന്ന സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഉണ്ട്. അത് K2 എന്ന് പറഞ്ഞാൽ L2 ആണ്, ഇൻഡക്ടറാണ്, 1/L2. ഇനിയോ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റർ C2 ആണ്, അപ്പോൾ അത് C2 വരും. ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ഫോഴ്സ് കറന്റ് ഇലക്ട്രിക്കൽ അനലോഗസ് സർക്യൂട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The differential equation of a causal continuous time LTI system is given by y square of t d square y by dt square of t plus dy1 by dt dy by dt minus 2y of t equal to x of t. That is, find the transfer function h of f of the system and find the impulse response h of t of the system. അതായിരിക്കും, അതായത് ഒരു കണ്ടിന്യൂസ് എൽ ടി എം സിസ്റ്റം തന്നിട്ടുണ്ട്, അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനും ഇമ്പൾസ് റെസ്പോൺസും കണ്ടുപിടിക്കണം. ഇതിൽ വൈ മുകളിൽ രണ്ട് ഡോട്ട് ഇട്ട് തന്നാൽ അതിൻ്റെ അർത്ഥം d² y by dt square എന്നാണ്. ഒരു ഡോട്ടേ ഉള്ളെങ്കിൽ അത് dy by dt minus 2y of t equal to x of t. ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of s എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ ഔട്ട്പുട്ട് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ y of s ആയിരിക്കും, x of s ആയിരിക്കും ഇൻപുട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ y of s ഡിവൈഡഡ് ബൈ x of s ആണ് കണ്ടുപിടിക്കേണ്ടത്, y of s ഡിവൈഡഡ് ബൈ x of s. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം, തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ d² y by dt സ്ക്വയറിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ s² y of s. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ എസിൻ്റെ ഡിഗ്രിയും 2 ആയിരിക്കും.
ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എസ് ഇൻറ്റു എസ് മാത്രം. ദെൻ വൈ ഓഫ് ടി ആണെങ്കിൽ അത് വൈ ഓഫ് എസ്, എക്സ് ഓഫ് ടി ആണെങ്കിൽ അത് എക്സ് ഓഫ് എസ്. അപ്പോൾ ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ കിട്ടുന്നത്. ഇനി ഇതിൽ നിന്ന് വൈ ഓഫ് എസ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് 2 ഇൻറ്റു വൈ ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് എസ്. Then y of s divided by x of s should be 1 by s square plus s minus 2. അല്ലേ? y of s x of s ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു, എൽ എച്ച് എസിലേക്ക് കൊണ്ടുവന്നു, ആർ എച്ച് എസ് ഭാഗത്തേക്ക് എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് 2 കൊണ്ടുവന്നു കഴിഞ്ഞാൽ 1 by s square plus s minus 2 വരും. ഇതാണ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അപ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 by s square plus s minus 2. ഇനി ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ എച്ച് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ മതി. ദാറ്റ് ഈസ് എച്ച് ഓഫ് എസ് 1 by s square plus s minus 2. അതിനെ എങ്ങനെ എഴുതാം? 1 divided by s minus 1 into s plus 2 എന്ന് എഴുതാം. അതെങ്ങനെയാണ് കിട്ടിയത്? മൾട്ടിപ്ലിക്കേഷൻ ഇതൊരു ഈക്വേഷനിലെ ഏറ്റവും അറ്റത്തുള്ള ഈ ഇക്വേഷൻ കോൺസ്റ്റന്റ് ടേം കിട്ടുന്നത് ഈ ടേംസ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും. എസിൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ടേം ആഡ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും. അങ്ങനെയുള്ള പെയർ ഏതാണെന്ന് നോക്കുക. നമ്മൾ മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ വേഗം കിട്ടും. അങ്ങനെ കിട്ടുന്ന ഇത് തന്നെയായിരിക്കും വരിക. അപ്പോൾ ഇവിടെ -2 മൾട്ടിപ്ലൈ ചെയ്താൽ -2 വരണം, ആഡ് ചെയ്താൽ 1 വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 2ഉം 1ഉം കൊടുത്തു. -1ഉം 2ഉം. 2 - 1 1 ആണ്. 2 × -1 -2 ആണ്. അങ്ങനെയപ്പോൾ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി എച്ച് ഓഫ് ടി കാണാം. ദാറ്റ് ഈസ് എച്ച് ഓഫ് എസ് ഈക്വൽ ടു നമുക്കതിനെ എ ബൈ എസ് മൈനസ് 1 പ്ലസ് ബി ബൈ എസ് പ്ലസ് 2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 by s minus 1 into s plus 2 equal to a by s minus 1 plus b by s plus 2. That is equation 1. ഇനി ഇതിലെ s minus 1 into s plus 2നെ കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എൽ എച്ച് എസിലെ 1 ഈക്വൽ ടു a divided by s minus 1 into s minus 1 into s plus 2 എന്ത് വരും? a into s plus 2. s minus 1 എന്ന് പറഞ്ഞ ടൈം ക്യാൻസൽ ആയി പോകും. അതേപോലെ പ്ലസ് ബി ഇൻറ്റു എസ് മൈനസ് 1 വരും. ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ 1 ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എസ് മൈനസ് 1 എന്ന് പറയുന്ന ഇക്വേഷനിൽ നിന്ന് എയും ബിയും കണ്ടുപിടിക്കണം. എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഇവിടെ എസിന് -2 കൊടുത്ത ഈ ടേം 0 ആയി പോകും. അപ്പോൾ ബിയുടെ വാല്യൂ കിട്ടും. ബി ഈക്വൽ ടു -1/3 വരും. ഇവിടെ 1 ഈക്വൽ ടു -3b എന്ന് വരും. ഇനി എസ് ഈക്വൽ ടു 1 എന്ന ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 ഈക്വൽ ടു ഈ ടേം s ഈക്വൽ ടു 1 s ഈക്വൽ ടു 1. അപ്പോൾ ഈ ടേം ക്യാൻസൽ ആയി പോകും. അപ്പോൾ a ഇൻറ്റു 1 പ്ലസ് 2 ദാറ്റ് ഈസ് 3a ഈക്വൽ ടു 1. a ഈക്വൽ ടു +1/3 വരും. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂസ് കിട്ടി. അത് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എച്ച് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ 1 by s minus 1 into s plus 2 ഈക്വൽ ടു 1/3 into s minus 1 plus -1/3 divided by s plus 2. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ L inverse of 1 by s minus a equal to e raised to at u of t. L inverse of 1 by s plus a e raised to minus at u of t. അപ്പോൾ ഈ വാല്യൂ എന്ത് വരും? 1/3 e raised to at u of t plus -1/3 e raised to -at u of t. അപ്പോൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Determine the transfer function Vc of s divided by Vs of s of the given circuit. Hence, find the impulse response of the circuit. ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. അതുകൂടാതെ ഇമ്പൾസ് റെസ്പോൺസും കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. പക്ഷേ ഇത് നേരത്തെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചത്. ഇവിടെ അതിന് പകരം ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ആർ സി സർക്യൂട്ടാണ് തന്നിട്ടുള്ളത്. വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ വോൾട്ടേജ്, വി സി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ്, ഐ ഓഫ് എസ് കറണ്ട് ത്രൂ ദ സർക്യൂട്ട്. ഇനി നമുക്കിവിടെ കെ വി എൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വി എസ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ആർ ഇൻറ്റു ഐ ഓഫ് എസ് പ്ലസ് 1/CS ഇൻറ്റു ഐ ഓഫ് എസ് എന്ന് വരും അല്ലേ? ഇതിനെ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു ആർ ആണ്. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആണ് 1/CS ഐ ഓഫ് എസ് എഴുതിയിരിക്കുന്നത്. അത് ലാപ്ലേസ് ട്രാൻസ്ഫോമിലുള്ള ഇക്വേഷൻ ആണ്. ഇന്ന് ഐ ഓഫ് എസ് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇത് ആർ പ്ലസ് 1/SC വരും. ഇനി അത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ത് വരും? 1/SC ഇൻറ്റു ഐ ഓഫ് എസ് വരും. അപ്പോൾ ഇത് രണ്ടും
ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഡിവൈഡഡ് ബൈ 1 ചെയ്ത് കഴിഞ്ഞാൽ അതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ വി സി ഓഫ് എസ് ഡിവൈഡഡ് ബൈ വി എസ് ഓഫ് എസ്. വി സി ഓഫ് എസ് ഡിവൈഡഡ് ബൈ വി എസ് ഓഫ് എസ് ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ എസ് സി ഐ ഓഫ് എസ് ഡിവൈഡഡ് ബൈ ഐ ഓഫ് എസ് ഇൻറ്റു ആർ പ്ലസ് 1 ബൈ എസ് സി. അപ്പോൾ ഇതിൽ നിന്ന് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഈ ഐ ഓഫ് എസും ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് 1 ബൈ എസ് സി ഡിവൈഡഡ് ബൈ ആർ പ്ലസ് 1 ബൈ എസ് സി. അപ്പോൾ ഇതിലെ എസ് സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ സി എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് സി വരും. എസ് സി ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ ആർ എസ് സി പ്ലസ് 1. ഇതിന്ന് ആർ സി എന്ന് പറയുന്ന ടേം ഔട്ട്സൈഡ് എടുത്താൽ 1 ഡിവൈഡഡ് ബൈ ആർ സി ഇൻറ്റു എസ് പ്ലസ് 1 ബൈ ആർ സി. ഇതായിരിക്കും ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ദാറ്റ് ഈസ് എച്ച് ഓഫ് എസ് ഈസ് ഈക്വൽ ടു വി സി ഓഫ് എസ് ബൈ വി എസ് ഓഫ് എസ്. ദാറ്റ് ഈസ് 1 ബൈ ആർ സി ഇൻറ്റു എസ് പ്ലസ് 1 ബൈ ആർ സി. ഇനി ഇതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ 1 ബൈ ആർ സി ഒരു കോൺസ്റ്റൻറ്റ് ടേം ആണ്, അത് ഔട്ട്സൈഡ് എടുത്തു. ഇത് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് പ്ലസ് എ എന്ന് പറയുന്ന ഫോമാറ്റാണ്. ദാറ്റ് ഈസ് ഇ റെസ് ടു മൈനസ് 80. ഇതിൽ എ എന്ന് പറഞ്ഞാൽ 1 ബൈ ആർ സി, ദാറ്റ് ഈസ് 1 ബൈ ആർ സി ഇൻറ്റു ഇ റെസ് ടു മൈനസ് 1 ബൈ ആർ സി ടി. അതാണ് ഇമ്പൾസ് റെസ്പോൺസ് ഓഫ് ദാറ്റ് സിസ്റ്റം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്റ്റെയിൻ ദ ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് ഓഫ് ദ ഗിവൺ സിഗ്നൽ. ഒരു തന്നിരിക്കുന്ന സിഗ്നൽ നോക്കുക. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലാണ്. അത് 0 to പൈ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എ ഉണ്ട്. പൈ ടു 2 പൈ 0 ആണ്. അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇത് ട്രിഗ്നോമെട്രിക് ഫോറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? A0 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എ എൻ കോസ് എൻ ഒമേഗ 0 ടി പ്ലസ് ബി എൻ സൈൻ എൻ ഒമേഗ 0 ടി ആണ്. ഇനി A0യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ബൈ ടി ഇൻറ്റഗ്രൽ മൈനസ് ടി ബൈ ടു ടു ടി ബൈ ടു എക്സ് ഓഫ് ടി ഡി ടി ആണ്. എ എൻ എന്ന് പറഞ്ഞാലോ 2 ബൈ ടി ഇൻറ്റഗ്രൽ മൈനസ് ടി ബൈ ടു ടു ടി ബൈ ടു എക്സ് ഓഫ് ടി കോസ് എൻ ഒമേഗ 0 ടി ഡി ടി. ബി എൻ വരുമ്പോൾ കോസ് എൻ ഒമേഗ 0 ടിയുടെ സ്ഥാനത്ത് സൈൻ എൻ ഒമേഗ 0 ടി ഡി ടി വരും. ബാക്കിയെല്ലാം സെയിം ആണ്. ഇതാണ് തന്നിരിക്കുന്ന സിഗ്നൽ. തന്നിരിക്കുന്ന സിഗ്നലിൽ ടൈം പീരീഡ് ടി എന്ന് പറഞ്ഞാൽ 2 പൈ ആണ്. 0 മുതൽ 2 പൈ വരെ ഉണ്ട്. അതേ സിഗ്നലാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഒമേഗ 0 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 പൈ ബൈ ടി, ദാറ്റ് ഈസ് 1 വരും. ഫണ്ടമെൻ്റൽ പീരീഡ് ടി എന്ന് പറഞ്ഞാൽ 2 പൈ ആണ്. ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഒമേഗ 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഈ വാല്യൂസ് ഈ ഇക്വേഷനിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ A0 ആദ്യം കാണാം. A0 എന്ന് പറഞ്ഞാൽ 1 ബൈ ടി ടു ഇൻറ്റഗ്രൽ മൈനസ് ടി ബൈ ടു ടു ടി ബൈ ടു എക്സ് ഓഫ് ടി ഡി ടി. എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ 0 ടു പൈയിൽ അതിൻ്റെ വാല്യൂ എ ആണ്. പൈ ടു 2 പൈയിൽ 0 ആണ്. ദാറ്റ് ഈസ് മൈനസ് പൈ ടു പൈ എക്സ് ഓഫ് ടി ഡി ടി ആണ്. അത് 0 ടു പൈ മാത്രമേ വാല്യൂ ഉള്ളൂ. അപ്പോൾ 0 ടു പൈ എ ഡി ടി. എ ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ ടി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ടി വരും. അതിനെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്താൽ പൈ വരും. പൈയും ക്യാൻസൽ ആയിട്ട് A0 ഈക്വൽ ടു എ ബൈ 2. ഇനി എ എന്ന് പറഞ്ഞാലോ 2 ബൈ ടി ഇൻറ്റഗ്രൽ മൈനസ് ടി ബൈ ടു ടു ടി ബൈ ടു സിഗ്നൽ ഇൻറ്റു കോസ് എൻ ഒമേഗ 0 ടി ഡി ടി. ഇവിടെ സിഗ്നൽ എന്ന് പറഞ്ഞാൽ 0 ടു പൈയിലാണ് ഉള്ളത്. അതിൻ്റെ വാല്യൂ എ ആണ്. ഒമേഗ 0 എന്ന് പറയുന്നത് 1 ആണ്. അതാണ് ഒമേഗ 0 ഈക്വൽ ടു 1, ടി ഈക്വൽ ടു 2 പൈ. ടി ബൈ 2 ആണ്. അപ്പോൾ 2 പൈ ബൈ 2 പൈ വരും. അതാണ് ഇൻറ്റഗ്രൽ 0 ടു പൈ വന്നത്. ഇനി എ ഔട്ട്സൈഡ് എടുത്തു. ഇൻറ്റഗ്രൽ കോസ് എന്ന് പറഞ്ഞാൽ സൈൻ ആണ്. വിതിൻ്റെ ലിമിറ്റ് 0 ടു പൈ. എൻ ടിയെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എൻ ടിയുടെ കോയിഫിഷ്യൻ്റ് തന്നെ താഴെ വരും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ 0 വരും. സൈൻ എൻ പൈ 0 ആണ്. സൈൻ 0യും 0 ആണ്. അപ്പോൾ A0യും എ എന്നും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ബി എൻ എന്ന് പറഞ്ഞാൽ സെയിം തന്നെ കോസ് എൻ ഒമേഗ 0 ടിയുടെ പകരം സൈൻ എൻ ഒമേഗ 0 ടി ഡി ടി വരും. അപ്പോൾ അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ എന്ത് വരും? എ ബൈ പൈ ഇൻറ്റഗ്രൽ 0 ടു പൈ സൈൻ എൻ ടി. എ പുറത്തേക്ക് എടുത്തു. സൈൻ എൻ ടി ഡി ടി. ഇതിൽ ഇൻറ്റഗ്രൽ സൈൻ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ആണ്. എൻ ടിയുടേത് എൻ വരും. ഇവിടെ മൈനസ് ഔട്ട്സൈഡ് എടുത്തു. മൈനസ് എ ബൈ എൻ പൈ കോസ് എൻ പൈ മൈനസ് കോസ് 0. കോസ് 0 1 ആണ്. കോസ് എൻ പൈ മൈനസ് 1 റേസ് ടു എൻ ആണ്. അപ്പോൾ ബി എൻ ഈക്വൽ ടു മൈനസ് എ ബൈ എൻ പൈ മൈനസ് 1 റേസ് ടു എൻ മൈനസ് 1 വരും. ഇനി എന്നിന് ഓഡ് വാല്യൂസും ഈവൻ വാല്യൂസും കൊടുത്താൽ എന്താണ് ബി എൻ വരിക ശ്രദ്ധിക്കുക. ഓഡ് വാല്യൂസ് ഓഫ് എൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 1 കൊടുത്താൽ -1 -1 -2
-2 മൈനസ് ഈ സൈക്കിൾ കൂടി +2 വരും. ദാറ്റ് ഈസ് +2a ഡിവൈഡഡ് ബൈ n പൈ. അതായത് ഏത് ഓഡ് വാല്യൂസ് കൊടുത്താലും bn ഷുഡ് ബി 2a ബൈ n പൈ വരും. ഇനി ഈവൻ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാലോ, ഈവൻ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയിട്ട് പോകും. ഈവൻ വാല്യൂസ് 2 കൊടുത്തു, -1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, 1 - 1 0, -1⁴ 1 ആണ്, 1 - 1 0. അപ്പോൾ ഈ ടൈം bn 0 ആയി പോവും ഫോർ ഈവൻ വാല്യൂസ്. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? a0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity bn sin n ഒമേഗ നോട്ട് ആണ് ഈ കേസിൽ. കാരണം ഇതിൽ an-ന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ ടേം ഉണ്ടാവില്ല, ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. a0 എന്ന് പറഞ്ഞാൽ a/2 ആയിട്ടാണ് കിട്ടിയത്. bn എന്ന് പറഞ്ഞാൽ 2a ബൈ n പൈ ഫോർ ഓഡ് n. ഈവൻ n-ന് bn എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ n ഈക്വൽ ടു ഓഡ് ആണ്. a/2 പ്ലസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity 2a ബൈ n പൈ സൈൻ nt ഒമേഗ നോട്ട് 1 ആണ്. ഇനി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ a/2 പ്ലസ് 2a ബൈ n പൈ n ഈക്വൽ ടു ഓഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് വാല്യൂ 1 കൊടുത്താൽ 2a ബൈ പൈ സൈൻ പൈ പ്ലസ് 2a ബൈ 3 പൈ സൈൻ 3t പ്ലസ് 2a ബൈ 5 പൈ സൈൻ 5t പ്ലസ് എക്സെട്ര. ഓഡ് വാല്യൂസ് ഓഫ് n ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. സൈൻ nt, n-ന്റെ ഓഡ് വാല്യൂസ് 1 3 5. ഡിനോമിനേറ്റർ ഒരു n പൈ ഉണ്ട്, n 1 3 5. അതാണ് ട്രിഗ്നോമെട്രിക് ഫൊറിയർ സീരീസ്. ഇനി അടുത്തത് ഡിറൈവ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ x2 of s by f of s of the given mechanical system. ഒരു മെക്കാനിക്കൽ സിസ്റ്റം തന്നിട്ടുണ്ട്, അതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ആദ്യം നമുക്ക് m1 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ m1 ഉം m2 ഉണ്ട്, രണ്ട് മാസസ് ആണുള്ളത്. അപ്പോൾ രണ്ട് ഫ്രീ ബോഡി ഡയഗ്രാം വരും. ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം അബൌട്ട് 1 m1 എന്ന് പറഞ്ഞ മാസിൽ കൺസിഡർ ചെയ്യുക. അതിൽ f of t ആണ് ഫോഴ്സ് വരുന്നത്. അതിൽ വരുന്ന ബാക്കി ഫോഴ്സ് ഏതൊക്കെയാണ്? എഫ് മാസിൻ്റെ സ്വയം m1-ൻ്റെ ഒരു ഫോഴ്സ് ഉണ്ടാവും, Fm1, Fk1, Fb1, ദെൻ Fb. ഇവിടെ ഒരു ഇവിടെ b എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് x1 ആണ്. അപ്പോൾ ഓപ്പോസിങ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഈ 4 എണ്ണമാണ്. ഇനി ഇതിലെ ഓരോന്നിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് തന്നെയാണ്. Fm1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു m1. ദെൻ b എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് x1 ഇൻറ്റു b. Fk1 എന്ന് പറഞ്ഞാൽ k ഇൻറ്റു ആ ഡിസ്പ്ലേസ്മെന്റ് വരും, b1ഉം അങ്ങനെ എഴുതാം. ഇനി അതിന് ഫ്രീ ബോഡി ഡയഗ്രാം വെച്ച് നമുക്ക് ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ച് എഴുതാം. Fm1 പ്ലസ് Fk1 പ്ലസ് Fb1 പ്ലസ് Fb ഈക്വൽ ടു f of t. ഇനി Fm1 എന്ന് പറഞ്ഞാൽ എന്താണ്? m1 d സ്ക്വയർ x1 ബൈ dt സ്ക്വയർ പ്ലസ് k1 എന്ന് പറയുന്നത് x1 മൈനസ് x2. എന്തുകൊണ്ട് x1 മൈനസ് x2 വരുന്നത്? m1-ൻ്റെയും m2-ൻ്റെയും ഇടയിലാണ് k1 ഉള്ളത്, അതുകൊണ്ടാണ് x1 മൈനസ് x2 വരുന്നത്. b1ഉം അതേപോലെ m1-ൻ്റെയും m2-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ അതും d ബൈ dt ഓഫ് x1 മൈനസ് x2 ആവും, പ്ലസ് b ഇൻറ്റു dx1 ബൈ dt ഈക്വൽ ടു f of t. ഇനി ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം s സ്ക്വയർ ഇൻറ്റു ദാറ്റ് ഫംഗ്ഷൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് m1 ഇൻറ്റു s സ്ക്വയർ x1 ഓഫ് s പ്ലസ് k1 ഇൻറ്റു x1 ഓഫ് s മൈനസ് x2 ഓഫ് s പ്ലസ് b1 ഇൻറ്റു s ഇൻറ്റു x1 ഓഫ് s മൈനസ് x2 ഓഫ് s പ്ലസ് b ഇൻറ്റു s ഇൻറ്റു x1 ഓഫ് s ഈക്വൽ ടു f ഓഫ് s. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അതിൽ നിന്ന് x1 ഓഫ് എസിൻ്റെ ടേംസ് എല്ലാം ക്ലബ് ചെയ്തു, മൈനസ് x2 ഓഫ് എസ്. കാരണം x2 ഓഫ് എസിൻ്റെ ടേംസിലൊക്കെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ ആ മൈനസിനെ പുറത്തേക്ക് എഴുതു. ദാറ്റ് ഈസ് ഈക്വൽ ടു b1s പ്ലസ് k1 ഈക്വൽ ടു f ഓഫ് എസ്. അപ്പോൾ f ഓഫ് എസ് ഈക്വൽ ടു എന്ന് പറയുന്നത് f ഓഫ് എസ് എന്ന് പറയുന്ന ഇക്വേഷൻ x1-ൻ്റെയും x2-ൻ്റെയും ടേംസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യാം. ഇത് ഈ ഇക്വേഷൻ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്യും, അതവിടെ ഇരിക്കട്ടെ. ഇനി സെക്കൻഡ് മാസിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം, അതിലെ ഒപ്പോസിങ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ Fm2, അപ്ലൈയിങ് ഫോഴ്സ് ഒന്നുമില്ല. ഒപ്പോസിങ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ Fm2 ഉണ്ടാവും, Fb1, K1, K2 ആൻഡ് B2 വിത്ത് ഡിസ്പ്ലേസ്മെന്റ് x2. ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0. അപ്ലൈ ഓൺ ദാറ്റ് ഫോഴ്സ് അല്ലേ. അപ്പോൾ Fm2 പ്ലസ് Fb1 പ്ലസ് Fk1 പ്ലസ് Fk2 പ്ലസ് Fb2 ഈക്വൽ ടു 0. അപ്പോൾ അതനുസരിച്ച് ആ ഇക്വേഷൻ എഴുതാണ്. ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ m2
d square x2 by dt square m2 ഇതിൻ്റെ ഇക്വേഷൻ m2 d square x2 by dt square b2 കൊണ്ടുണ്ടാവുന്നതോ b2 into dx2 by dt b1 എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെ ഇടയിലാണ് അപ്പോൾ അത് x2 minus x1 വരും b1 into d by dt of x2 minus x1 k1 രണ്ടിൻ്റെ ഇടയിലാണ് അപ്പോൾ k1 into x2 minus x1 with respect to m2 ആകുമ്പോൾ x2 minus x1 with respect to m1 ആകുമ്പോൾ x1 minus x2 അത് മാറും അതാണ് ഉദ്ദേശിക്കുന്നത് k2 എന്ന് പറഞ്ഞാൽ k2 into x2 equal to 0 ഇനി രണ്ടിൻ്റെയും രണ്ട് സൈഡിലും ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ എന്ത് വരും m2 into s square x2 of s plus b2 into s x2 of s plus b1 s into x2 of s minus x1 of s plus k1 into x2 of s minus x1 of s plus k2 into x2 of s equal to 0 ഇതിലെ x2 of s ന്റെ ടേം ക്ലബ് ചെയ്തു x1 of s ന്റെ ടേം ക്ലബ് ചെയ്തു ദാറ്റ് ഈസ് ഈക്വൽ ടു 0 കൊടുത്തു എന്നിട്ട് നമുക്ക് വേണ്ടത് എന്താണ് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ് ഔട്ട്പുട്ട് തന്നെ x2 of s ആണ് x2 of s ഡിവൈഡഡ് ബൈ f of s ആണ് വേണ്ടത് അപ്പോൾ x1 എന്ന് പറഞ്ഞ ടേം ആവശ്യമില്ല അപ്പോൾ നമുക്ക് x1നെ x2ന്റെ ടേമിലേക്ക് മാറ്റാം അപ്പോൾ ഇത് ഈ ഇക്വേഷനിൽ നിന്ന് x1 of s എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ x1 of s എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വരും ഈ വലിയ ടേം m2s square plus b2s plus b1s plus k1 into x2 of s divided by b1s plus k1 ഈ വാല്യൂ x1 of s ന്റെ ഈ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ x1 of s ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ ഇതാണ് സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് ഈ തേർഡ് ഇക്വേഷൻ കിട്ടി x1 of s എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഇക്വേഷൻ 1ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു x1 of s ഇൻറ്റു എന്ന് പറഞ്ഞ ടേമില്ല അപ്പോൾ ഈ x1 of s ന്റെ സ്ഥാനത്ത് ഈ ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക ഇതാണ് x1 of s ഇൻറ്റു ഇതാ ഈ ടേം മൈനസ് x2 of s ഈക്വൽ ടു f of s ഇനി ഇവിടെ നിന്ന് x2 of s ന്റെ ഇത് മൊത്തത്തിൽ x2 of s ഇവിടെയുണ്ട് അത് ഔട്ട്സൈഡ് എടുത്തു അപ്പോൾ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഇവിടെ ഓൾ ഡിവൈഡഡ് ബൈ b1s plus 1 k1 ഉണ്ട് ഇവിടെ ഒരു മൈനസ് സൈനും ഉണ്ട് അപ്പോൾ എന്ത് വരും ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം LCM കാണുമ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോൾ ഇവിടെ b1s plus k1 ഹോൾ സ്ക്വയർ വരും ഓൾ ഡിവൈഡഡ് ബൈ b1s plus k1 അപ്പോൾ f of s by x2 of s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും b1s plus k1 ഡിവൈഡഡ് ബൈ ഇത് തിരിച്ചു വരും അതായത് f of s by x2 of s അല്ലേ ക്വസ്റ്റ്യൻ അപ്പോൾ x2 of s എന്ന് പറയുന്നത് x2 of s by f of s ആണ് ക്വസ്റ്റ്യൻ അപ്പോൾ x2 of s ഡിവൈഡഡ് ബൈ f of s എന്ന് പറയുമ്പോൾ ഈ ടേം ഒക്കെ RHSലേക്ക് പോകും RHSലേക്ക് പോകുമ്പോൾ ഇതിലെ ന്യൂമറേറ്റർ ഇവിടെ ഡിനോമിനേറ്റർ ആവും ഇതിലെ ഡിനോമിനേറ്റർ ഇവിടെ ന്യൂമറേറ്റർ ആവും അപ്പോൾ b1s plus k1 ഡിവൈഡഡ് ബൈ m2s square plus b1 plus b2 into s plus k1 plus k2 into m1s square plus b plus b1 into s plus k1 minus b1s plus k1 the whole square ഇതാണ് റിക്വയർഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ ഗിവൺ മെക്കാനിക്കൽ സിസ്റ്റം എളുപ്പമാണ് അതിൽ കുറച്ച് വലിയ ടേംസ് വരുന്നേ ഉള്ളൂ പക്ഷെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വേഗം കിട്ടും ഇനി അടുത്ത് ഫൈൻഡ് ദ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ഗിവൺ LTI സിസ്റ്റം d square y by dt square plus 3 dy by dt plus 2y of t equal to d by dt of x of t minus 3x of t ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കാണാൻ പറഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക അതായത് ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് എടുത്താൽ എസ് സ്ക്വയർ ഇൻറ്റു y ഓഫ് എസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആകുമ്പോൾ s3s ഇൻറ്റു y ഓഫ് എസ് പ്ലസ് 2y ഓഫ് എസ് ഈക്വൽ ടു 2s ഇൻറ്റു എക്സ് ഓഫ് എസ് മൈനസ് 3x ഓഫ് എസ് y ഓഫ് എസിൻ്റെ ടേംസ് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ y ഓഫ് എസ് പുറത്തെടുത്തു കഴിഞ്ഞാൽ s സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ഇൻറ്റു y ഓഫ് എസ് ഈക്വൽ ടു 2s മൈനസ് 3 ഇൻറ്റു എക്സ് ഓഫ് എസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ദാറ്റ് ഈസ് y ഓഫ് എസ് ബൈ എക്സ് ഓഫ് എസ് ഈക്വൽ ടു 2s മൈനസ് 3 ഡിവൈഡഡ് ബൈ s സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 ഈ s സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2നെ s പ്ലസ് 1 ഇൻറ്റു s പ്ലസ് 2 എന്നും എഴുതാം ഇതാണ് റിക്വയർഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് ദ ഗിവൺ LTI സിസ്റ്റം ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ എക്സ്പോണൻഷ്യൽ ഫോറിയർ സീരീസ് ഫോർ ദ സിഗ്നൽ ഷോൺ ഇൻ ഫിഗർ given t equal to 2 pi and v equal to 10
എന്താണ് എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസ് കാണാനാണ് ക്വസ്റ്റ്യൻ. അതിൽ ടി 2π തന്നിട്ടുണ്ട്, വി അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 10 ആണെന്നും തന്നിട്ടുണ്ട്. അതിൻ്റെ 0 to t വരെ അതിങ്ങനെ സ്ലോപ്പായിട്ട് പോവുകയാണ്. ഇതാണ് അതിൻ്റെ ആ സിഗ്നൽ. അപ്പോൾ എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് ഓഫ് ടി ഈക്വൽ ടു C0 പ്ലസ് സിഗ്മ എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി Cn e raised to jn omega 0t n not equal to 0 n equal to 0 ന്റെ വാല്യൂടെ എഴുതിയിട്ടുണ്ട് സെപ്പറേറ്റ്. ദെൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒമേഗ നോട്ട് എന്ന് പറഞ്ഞാൽ 1 ആണ്. കാരണം ഒമേഗ നോട്ട് 2π/t t 2π തന്നെയാണ്. അപ്പോൾ ഒമേഗ നോട്ട് 1 ആണ്. അപ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ C0 പ്ലസ് സിഗ്മ n ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി Cn e raised to jnt n not equal to 0 ആണ് കേട്ടോ. Then C0 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1/t integral over the limit 0 to t x of t dt. x of t എന്ന് പറഞ്ഞ സിഗ്നൽ എന്താ, 10/2π. അതെങ്ങനെയാണ് കിട്ടുക, ഇതൊരു റാമ്പ് സിഗ്നലാണ്. അത് എവിടം വരെ ഉണ്ട്, അതിനകത്ത് തന്നെ y ഈക്വൽ ടു m ഈക്വൽ ടു y/x ആണ്, അല്ലെങ്കിൽ y ഈക്വൽ ടു mx എന്ന് എഴുതാം. y എന്ന് പറഞ്ഞാൽ ഇവിടെ x of t, m സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, y/x v/t വരും. t എന്ന് പറഞ്ഞാൽ 2π ആണ്, v എന്ന് പറഞ്ഞാൽ 10 ആണ്. അങ്ങനെയാണ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 10/2π ഇൻറ്റു ടി എന്ന് പറയുന്ന സിഗ്നൽ കിട്ടുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇക്വേഷൻ, ഇതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു mx ആണ്. m എന്ന് പറഞ്ഞാൽ സ്ലോപ്പാണ്. ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ടി എന്ന് പറയുന്നതിൻ്റെ കറസ്പോണ്ടിങ് y എന്താ, v അല്ലേ. സ്ലോപ്പ് പറഞ്ഞാൽ v/t വരും. v/t ദാറ്റ് ഇസ് 10/2π. എക്സ് ആക്സിസ് എന്താ mx, x എന്ന് പറഞ്ഞാൽ t ആണ് ഇവിടെ, y എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 വരും. അത് എളുപ്പമാണ് ചെയ്യാൻ. ഇൻ്റഗ്രൽ ടി എന്ന് പറഞ്ഞാൽ t²/2 ആണ്. അപ്ലൈയിങ് ലിമിറ്റ് 0 to 2π വി ഗെറ്റ് 5. C0 ഈക്വൽ ടു 5. Cn ഈക്വൽ ടു 1/t ടു ഇൻ്റഗ്രൽ 0 to t x of t e raised to minus jn omega 0t dt. ദാറ്റ് ഈസ് 1t-ക്ക് 2π കൊടുത്തു. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ 10/2π ഇൻറ്റു ടി ആണ്. e raised to jn omega naught 1 ആണ്. t dt കൊടുത്തു. അപ്പോൾ ഇവിടെ 2π ഔട്ട്സൈഡ് എടുത്താൽ 10/2π ദ സ്ക്വയർ വരും. ഇൻ്റഗ്രൽ ഓവർ ദ ലിമിറ്റ് 0 to 2π t e raised to minus jnt dt. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. രണ്ട് ഫംഗ്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ് സിഗ്നലിൽ. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് t ആണ്. സെക്കൻഡ് ഫംഗ്ഷൻ e raised to minus jnt ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദ സെക്കൻഡ് ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് ഫംഗ്ഷൻ ടി ഇൻറ്റു ഇൻ്റഗ്രൽ e raised to മൈനസ് ജെൻ്റെ ഇൻ്റഗ്രൽ എന്താ, e raised to minus jnt/minus jn മൈനസ് integral of derivative of first function, that is 1 into integral of second function. Integral of അതായത് ഈ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷനിൽ ഈ ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ എന്ത് വരും, ഇവിടെ മൈനസ് ജെ എന്ന് പറയുന്ന ടേം ഉണ്ട്. ആ മൈനസ് ജെ എന്നെ ഔട്ട്സൈഡ് എടുത്തു. ദെൻ ഇതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ 2π, ടീൻ്റെ അവിടെ 2π e raised to minus j 2nπ മൈനസ് 0യുടെ വാല്യൂ 0 വരും. ടി ഇൻറ്റു അല്ല, അപ്പോൾ 0 ഇൻറ്റു വരുമ്പോൾ ഇത് 0 വരും. മൈനസും മൈനസും ചേർന്ന് പ്ലസ് ആയി. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ e raised to minus jnt ഡിവൈഡഡ് ബൈ jn വരും. ഇതിൻ്റെ ലിമിറ്റ് 0 to 2π. അപ്പോൾ ഇവിടെ e raised to minus j 2nπ എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 plus j0 e raised to j theta cos theta plus j sin theta. അപ്പോൾ ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് എന്താണ്, 2nπ ആണ്. 2nπ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, 1 ആണ്. cos 2nπ 1 ആണ്, sin 2nπ 0 ആണ്. അപ്പോൾ 2π ഇൻറ്റു 1 പ്ലസ് ഈ ടൈം 0 ആണ്. ഇത് 1/jn അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു. എന്നിട്ട് അപ്പോൾ എന്ത് വരും, -1 ഇത് ഇവിടെ 1 - 1 0 വരും. ഈ ടേം 0 ആയി പോവും. അപ്പോൾ ഇത് 2π -1/jn ഇൻറ്റു 2π വരും. ഇൻറ്റു 10/2π ഹോൾ സ്ക്വയർ ഉണ്ട്. 2π ക്യാൻസൽ ആയി പോകും. -10/jn 2π അതാണ് ആൻസർ. Cnൻ്റെ ആൻസർ അതാണ്. അപ്പോൾ ആ ഫൊറിയർ സീരീസ് ആയിട്ട് എഴുതുമ്പോൾ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ C0 5 ആണ് പ്ലസ് Cnൻ്റെ വാല്യൂ ഇൻറ്റു e raised to jnt
within the summation sigma n equal to minus infinity to infinity. 10/2 5 വരും. It is exponential Fourier series. ഇവിടെ n അല്ലാത്ത ടേംസ് ഒക്കെ ഔട്ട്സൈഡ് എടുത്തു. അങ്ങനെ എഴുതി. ഇതാണ് exponential Fourier series of the given signal. ഇനി അടുത്തത്, a certain system is described by the following differential equation: d square y of t by dt square plus 7 dy by dt plus 12 y of t equal to x of t. Use Laplace transform to determine the response of the system to unit steps input applied at t equal to 0. Assume the initial conditions on the system are y of 0 equal to minus 2, d by dt of y of 0 equal to 0. എന്താ ക്വസ്റ്റ്യൻ എന്താ തന്നിരിക്കുന്നത്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ട് അതിൻ്റെ റെസ്പോൺസ് കണ്ടുപിടിക്കണം. എങ്ങനത്തെ റെസ്പോൺസ്? നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ കൊടുത്താൽ വരുന്ന ഈ റെസ്പോൺസ്. ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷന്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുത്ത് എഴുതി, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ യു ഓഫ് ടി ആണ്. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുക. ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ എസ് സ്ക്വയർ വൈ ഓഫ് എസ് മൈനസ് എസ് ഇൻറ്റു വൈ ഓഫ് 0 മൈനസ് മൈനസ് ഡി ബൈ ഡി ടി ഓഫ് വൈ ഓഫ് 0 മൈനസ്. ഇനീഷ്യൽ കണ്ടീഷൻസ് നമ്മൾ കൺസിഡർ ചെയ്താൽ ഇങ്ങനെയാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം വരിക. സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെങ്കിലോ S7 കോൺസ്റ്റന്റ് ആണെങ്കിലും എസ് ഇൻറ്റു വൈ ഓഫ് എസ് മൈനസ് വൈ ഓഫ് 0 മൈനസ് വരും, പ്ലസ് 12 ഇൻറ്റു വൈ ഓഫ് എസ് ഈക്വൽ ടു എക്സ് ഓഫ് എസ്. That is s square into y of s minus s y of 0 minus d by dt of y of 0 minus plus 7 into s y of s minus y of 0 minus plus 12 y of s equal to x of s. ഇനി അതിനെ തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y of 0 minus 2 ആണ്, d by dt of y of 0 minus 0 ആണ്. അതായത് y of 0 minus 0 ആണ് തന്നിട്ടുണ്ട്. d by dt of y of 0 minus 0 തന്നിട്ടുണ്ട്. ഇവിടെ y of 0 minus 2 ആണ്. അത് മൈനസ് 2 ആണ് തന്നിട്ടുണ്ട്. മൈനസും മൈനസും പ്ലസ് ആവുന്നതാണ് ഇവിടെ. എക്സ് ഓഫ് എസ് 1/s ആവും. യു ഓഫ് ടിയുടെ എക്സ് ഓഫ് ടി യു ഓഫ് ടി ആണ്. അപ്പോൾ എക്സ് ഓഫ് എസ് 1/s. ഇനി ഇതെല്ലാം സിംപ്ലിഫൈ ചെയ്ത് വൈ ഓഫ് എസിൻ്റെ ടേംസ് ഒക്കെ ക്ലബ് ചെയ്തു. അപ്പോൾ എന്ത് വരും? എസ് സ്ക്വയർ പ്ലസ് 7s പ്ലസ് 12 ഇൻറ്റു വൈ ഓഫ് എസ് പ്ലസ് 2s 7 ഇൻറ്റു 2 14 2s പ്ലസ് 14 ഈക്വൽ ടു 1/s. ദാറ്റ് ഈസ് y of s എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ഇങ്ങനെ വരും. 1 മൈനസ് ഇവിടെ 1/sലെ എസ് എൽ സി എം ആയിട്ട് വരുമ്പോൾ 1 മൈനസ് 2s സ്ക്വയർ മൈനസ് 14s ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 7s പ്ലസ് 12. ഈ ടേം ഇങ്ങോട്ട് വരും. ഇനി ഈ y of s ഈ ടേം എന്ന് പറഞ്ഞാൽ ഇതിനെ നമുക്ക് s പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 3 എന്ന് എഴുതാം. 4 ഇൻറ്റു 3 12 4 പ്ലസ് 3 ഈക്വൽ ടു 7. ദാറ്റ് ഈസ് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് എഴുതുമ്പോൾ a ബൈ എസ് പ്ലസ് ബി ബൈ എസ് പ്ലസ് 4 പ്ലസ് സി ബൈ എസ് പ്ലസ് 3. എന്നിട്ട് മൈനസ് 2s സ്ക്വയർ മൈനസ് 14s പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? a ഇൻറ്റു എസ് പ്ലസ് 4 ഇൻറ്റു എസ് പ്ലസ് 3 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 3 ഇൻറ്റു എസ് പ്ലസ് സി ഇൻറ്റു എസ് ഇൻറ്റു എസ് പ്ലസ് 4. പിന്നെ അതിന് എസിന് 0, എസ് ഈക്വൽ ടു മൈനസ് 4, എസ് ഈക്വൽ ടു മൈനസ് 10 ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ എ ബി സി കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ എസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 1 വരും. 1 ഈക്വൽ ടു എസ് ഈക്വൽ ടു 0 വരുമ്പോൾ ഇവിടെ 12a വരും. ബാക്കി ഈ ടേം ഒക്കെ 0 ആവും. എസ് ഈക്വൽ ടു 0 എസ് ഇവിടെ 0 ഇൻറ്റു 0 ഈ ടേം 0 ആയി പോകും, ഈ ടേം 0 ആയി പോകും. അപ്പോൾ 12a വരും. a ഈക്വൽ ടു 1/12 വരും. ഇനി എസിന് -4 വരുമ്പോൾ ഈ ടേം ഇല്ല, ഈ ടേം ഇല്ല. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും ഇതും കൂടി ഇതിൽ എസിന് -4 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ അതും ഇതും കൂടി നോക്കിയാൽ b ഈക്വൽ ടു 25/4 വരും. ഇത് -25/3 വരും. സിമ്പിൾ കാൽക്കുലേഷനാണ്, ശ്രദ്ധിച്ച് ചെയ്യണമെന്ന് മാത്രം. പ്ലസും മൈനസും മാറിപ്പോവാതെ ശ്രദ്ധിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y of s ഈക്വൽ ടു 1/12 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 25/4 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 4 മൈനസ് 25/3 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 3. അപ്പോൾ റെസ്പോൺസ് എന്നാണ് ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. 1/12 1/sൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് യു ഓഫ് ടി, 1/s plus 4ൻ്റെ ഇൻവേഴ്സ് e raised to minus 4t, 1/s plus 3യുടെ ഇൻവേഴ്സ് e raised to minus 3t. അപ്പോൾ ഇതാണ് തന്നിരിക്കുന്ന സിസ്റ്റം ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ആ സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ്. Question: Derive the transfer function x of s by f of s of the mechanical system shown in figure. തന്നിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ മെക്കാനിക്കൽ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ.
അപ്പോൾ നോക്കുക ഇവിടെ രണ്ട് മാസ് ഉണ്ട്, M1 ഉം M2. അപ്പോൾ രണ്ട് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കേണ്ടി വരും. ആദ്യം നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് M1 നോക്കാം. അപ്പോൾ അതിൽ ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ട് നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ ഫോഴ്സ് ഇപ്പോൾ ഇതിൽ ഏതാ? FM1, FB1, FK1, FB പ്ലസ് FK, അതൊക്കെ 0 ആണ്. അത് ഇതിൽ നോക്കിയാൽ അറിയാം. M1ലേക്ക് വരുന്ന ഫോഴ്സസ് ഇവിടെ ഒരു K1 എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ഉണ്ട്, B1 ഉണ്ട്, ഇവിടെ B ഉണ്ട്, K ഉണ്ട്. പിന്നെ ഡിസ്പ്ലേസ്മെന്റ് X ആണെന്ന് തന്നിട്ടുണ്ട്, X1 ആണെന്ന് തന്നിട്ടുണ്ട്. എന്നാൽ അതിലെ ഇക്വേഷൻ M1ൽ വരുന്ന ഫോഴ്സ് എന്താണ്? M1 ഇൻറ്റു d² x1/dt². B1ൽ വരുന്നതോ B1 ഇൻറ്റു dx1/dt. B എന്ന് പറഞ്ഞാൽ കോമൺ എലമെന്റ് ആണ്, ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ്, M1ന്റെയും M2ന്റെയും ഇടയിലാണ്. അപ്പോൾ എന്ത് വരും? B ഇൻറ്റു dx1 മൈനസ് എക്സ് വരും, x1 മൈനസ് എക്സ് വരും. ഇതില്ല M2 ആണ് കൺസിഡർ ചെയ്യണമെങ്കിൽ അത് x മൈനസ് x1 വരും. അപ്പോൾ M1 കൺസിഡർ ചെയ്യുന്ന കാരണം B ഇൻറ്റു d/dt ഓഫ് x1 മൈനസ് എക്സ്, x1 മൈനസ് എക്സ് പ്ലസ് K1 ഇൻറ്റു x1, K1 എവിടെ ഇതാ, K1 ഇൻറ്റു x1 പ്ലസ് K ഇൻറ്റു x1 മൈനസ് എക്സ് ഈക്വൽ ടു 0. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എന്ത് വരും? d² എന്നുള്ളത് s² ആയിട്ട് മാറും, x1 ഓഫ് എസ്, d/dt s ആയിട്ട് മാറും, ഇതൊക്കെ B d/dt s. K1 x എന്ന് പറഞ്ഞാൽ K1 ഇൻറ്റു x1 ഓഫ് എസ്, K ഇൻറ്റു x, അതും K ഇൻറ്റു x1 ഓഫ് എസ് മൈനസ് x ഓഫ് എസ് ഈക്വൽ ടു 0. സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ലാപ്ലേസ് വരുമ്പോൾ s² വരും, ഫസ്റ്റ് ഡെറിവേറ്റീവ് ആകുമ്പോൾ ഇൻറ്റു എസ് വരും. അത്രയും ശ്രദ്ധിക്കാനുള്ളൂ. ഇതിൽ ഇനീഷ്യൽ കണ്ടീഷൻസ് 0 ആണ് നമ്മളിതിൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ വേണ്ടത്? ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്. ദാറ്റ് ഈസ് ഔട്ട്പുട്ട് എക്സും ഇൻപുട്ട് എഫ് ഓഫ് ടി ആണ്. അപ്പോൾ എക്സ് ഓഫ് എസ് ബൈ എഫ് ഓഫ് എസ് ആണ് വേണ്ടത്. അപ്പോൾ എക്സ് ഓഫ് എസ് ബൈ എഫ് ഓഫ് എസിലെ x1 എന്ന് പറഞ്ഞ ടേമിൻ്റെ ആവശ്യമില്ല. അപ്പോൾ x1നെ എക്സ് ഓഫ് എസിൻ്റെ ടേംസിലേക്ക് മാറ്റി. ഇതിലിപ്പോൾ x1ഉം എക്സ് ഓഫ് എസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഇക്വേഷന് x1 ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ ഇങ്ങോട്ട് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വന്നാൽ BS പ്ലസ് K ഡിവൈഡഡ് ബൈ M1s² പ്ലസ് B1s പ്ലസ് BS പ്ലസ് K1 പ്ലസ് K വരും ഇൻറ്റു എക്സ് ഓഫ് എസ്. B1s പ്ലസ് BS എസ് ഔട്ട്സൈഡ് എടുത്താൽ B1 പ്ലസ് B എന്ന് എഴുതാം. ഇനി സെക്കൻഡ് ഡയഗ്രാം ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ M2ന്റെ ഫ്രീ ബോഡി ഡയഗ്രാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ആ ന്യൂട്ടൺസ് ലോ വെച്ചിട്ട് എന്ത് എഴുതാം? FM2 പ്ലസ് FB2 പ്ലസ് FB പ്ലസ് FK ഈക്വൽ ടു F ഓഫ് ടി. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എഴുതിയാൽ M2 d² x/dt² പ്ലസ് B2 dx/dt പ്ലസ് B ഇൻറ്റു dx മൈനസ് x1/dt പ്ലസ് K ഇൻറ്റു x മൈനസ് x1 ഈക്വൽ ടു F ഓഫ് ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബിയുടെ ഇക്വേഷൻ വരുമ്പോൾ എന്ത് വന്നു? B ഇൻറ്റു d/dt ഓഫ് x മൈനസ് x1. K വന്നപ്പോൾ K ഇൻറ്റു K എവിടെയല്ലേ? K ഇൻറ്റു x മൈനസ് x1. അതാണ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്. M1 ആകുമ്പോൾ തിരിച്ചായിരുന്നു, x1 മൈനസ് x. അതിൽ ഏത് ഫോഴ്സാണ് അതിൻ്റെ അടുത്ത് വരുന്നത് അത് ആദ്യം ഏത് ഡിസ്പ്ലേസ്മെൻ്റ് ആണോ അതേ മൈനസ് തൊട്ടടുത്തിട്ട്. ഇനി ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവിൽ s² വരും, ഫസ്റ്റ് ഡെറിവേറ്റീവിൽ ഇൻറ്റു എസ്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇൻറ്റു എസ്, ഇവിടെ എക്സ് ഓഫ് എസ് മൈനസ് x1 ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് എസ്. ഇനി ഇതിൽ നിന്ന് എക്സ് ഓഫ് എസിൻ്റെ ടേംസ് ഒക്കെ ക്ലബ് ചെയ്യുക. ഇതിൽ എക്സ് ഓഫ് എസ് ഉണ്ട്, x1 ഓഫ് എസ് ഉണ്ട്, എഫ് ഓഫ് എസ് ഉണ്ട്. എക്സ് ഓഫ് എസിൻ്റെ ടേംസ് ക്ലബ് ചെയ്ത് എഴുതി, x1 ഓഫ് എസിൻ്റെ ടേംസ് ക്ലബ് ചെയ്ത് എഴുതി ഈക്വൽ ടു എഫ് ഓഫ് എസ്. ഇനി നമുക്കറിയാം x1 ഓഫ് എസ് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ആ വാല്യൂ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ BS പ്ലസ് K ഇൻറ്റു BS പ്ലസ് K അത് സ്ക്വയർ ആവും, ഡിവൈഡഡ് ബൈ M1s² പ്ലസ് B1 പ്ലസ് B ഇൻറ്റു എസ് പ്ലസ് K1 പ്ലസ് K ഇൻറ്റു എക്സ് ഓഫ് എസ്. ഈ വാല്യൂ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഇവിടെ നിന്ന് എക്സ് ഓഫ് എസ് ഔട്ട്സൈഡ് എടുക്കുക, എക്സ് ഓഫ് എസ് ഔട്ട്സൈഡ് എടുക്കും ഈക്വൽ ടു എഫ് ഓഫ് എസ്. ഇനി അതിനെ എക്സ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ എഫ് ഓഫ് എസ് എന്നാക്കുമ്പോൾ ഈ ഡിനോമിനേറ്റർ ഇവിടെ ഇങ്ങോട്ട് പോകും, അത് ന്യൂമറേറ്റർ ടേം ആയിട്ട് മാറും, ഇത് ഡിനോമിനേറ്റർ ടേം ആയിട്ട് മാറും. അപ്പോൾ ഇതാണ് റിക്വയർഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അങ്ങനെ നമ്മൾ ഈ സ്ലൈഡിലൂടെ പാർട്ട് ബിയിലെ സൊല്യൂഷൻസ് ആണ് നോക്കിയത്. മൊഡ്യൂൾ 2 പാർട്ട് ബിയിലെ സൊല്യൂഷൻസ് ആണ് നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു.